തന്നെയാണ് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ കണ്ട ഒരു മോഡസ് ഓപ്പറാൻഡി അല്ല. രാത്രി ആക്രമണം തുടരുന്നു. ആ ആക്രമണത്തിന് കടുത്ത തിരിച്ചടി നേരിടുന്നു. പുലർച്ചയോടുകൂടി ആക്രമണം നിർത്തിവെക്കുന്നു. ഇതായിരുന്നു കഴിഞ്ഞ ദിവസം വരെ കണ്ട ഒരു രീതി. പക്ഷെ അതിന് കടകവിരുദ്ധമായി കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആരംഭിച്ച ആ ഒരു ആക്രമണം പുലർച്ചെയും തുടരുന്നു. ഇപ്പോൾ നേരം വെളുത്തു വരുന്ന സമയമാണ്. ഇപ്പോഴും അത് തുടരുന്നു. അതേസമയം തന്നെ കൃത്യമായ തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകുന്നുമുണ്ട്. അപ്പൊ എന്തായിരിക്കാം ഇത്തരത്തിൽ ഈ പകലും ആക്രമിക്കാനുള്ള ഒരു പ്രേരണ? എന്തായാലും പാകിസ്ഥാൻ സ്വീകരിക്കുന്ന അവർ നടത്തിവരുന്ന ഒരു നടപടി അവർ കൂടുതൽ ഊർജിതമാക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിനൊരു പ്രത്യാക്രമണം എന്ന രീതിയിലായിരുന്നു ഇന്ത്യയുടെ വ്യോമകേന്ദ്രങ്ങളൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ ഡ്രോണുകൾ അയക്കുകയും മിസൈൽ അയക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. പക്ഷേ അതെല്ലാം ഇന്ത്യ ശക്തമായി ചെറുക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാന് അനുകൂലമായിട്ടുള്ള ഒരു അറ്റാക്ക് പോലും അവർക്ക് നടത്താൻ സാധിച്ചിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ രാത്രി തുടങ്ങിയ ആക്രമണം ഇപ്പോഴും പുലർച്ചെയും തുടരാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും അവർ ലക്ഷ്യം, അതായത് ഏതെങ്കിലും ഒരു സൈനിക കേന്ദ്രങ്ങളോ വിമാനത്താവളങ്ങളോ ഒക്കെയാണ് അവർ ഇപ്പോഴും ലക്ഷ്യം വെക്കുന്നത്. കൂടാതെ ഈ സാധാരണക്കാർ താമസിക്കുന്ന വീടുകളിലൊക്കെ അവർ അറ്റാക്ക് നടത്തുന്നുണ്ട്. അതിന്റെ വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പഞ്ചാബിലെ ഫിറോസ്പൂരിലടക്കം പല സാധാരണക്കാരുടെ വീടുകളിലും അവർ ആക്രമണം നടത്തിയിരുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് സിവിലിയൻസിന് അവർക്ക് പരിക്ക് ഏൽക്കുകയും ചെയ്തിരുന്നു. കശ്മീരിലും അത്തരത്തിലുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കശ്മീരിലെ തന്നെ പല സ്ഥലങ്ങളിലും സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾ, സാധാരണക്കാരുടെ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ തകർന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. രാവിലെയാണ് ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നത്. ജമ്മു കശ്മീരിലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല അതിർത്തിയിലെ പല സ്ഥലങ്ങളിലും പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ പല ഗ്രാമീണരെയും ആദ്യഘട്ടത്തിൽ തന്നെ സേന ഒഴിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ ഷെല്ലാക്രമണം വ്യാപിപ്പിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ത്യ ശക്തമായ തിരിച്ചടി തന്നെ ഒരു ഭാഗത്ത് നൽകുന്നുണ്ട്. 4 എയർബേസുകൾ നിലവിൽ പാകിസ്ഥാന്റെ എയർബേസുകൾ തകർത്തു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെത്തിയ വിവരം. അത് നൂർഖാൻ, റാഫിക്കി, മുറീദ് എയർബേസുകൾക്ക് നേരെയായിരുന്നു ഈ ആക്രമണങ്ങൾ നടന്നുകൊണ്ടേയിരുന്നത്. എന്തായാലും മാത്രമല്ല ഈ പൂഞ്ച് സെക്ടറിൽ ഒരു പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണം ഇന്ത്യ ശക്തമായി ചെറുത്തു എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്ത്യൻ വ്യോമാതിർത്തി കടന്നു വന്ന മിസൈൽ ആണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ലക്ഷ്യമാക്കിവന്ന മിസൈലാണ്. അത് ഇന്ത്യൻ സേന ശക്തമായി ചെറുക്കുകയും ചെയ്തത്. മാത്രമല്ല ഈ കാര്യങ്ങളടക്കം ഈ തുടർച്ചയായി ഉണ്ടാകുന്ന ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ഉണ്ടായ പാകിസ്ഥാന്റെ ഈ നടപടിയും ഇന്ത്യ എന്തൊക്കെ തിരിച്ചടികൾ നൽകി എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനായിരുന്നു രാവിലെ ഒരു വാർത്താ സമ്മേളനം തീരുമാനിച്ചിരുന്നത്. സൌത്ത് ബ്ലോക്കിലായിരുന്നു ഇത്തരത്തിൽ ഈ വാർത്താ സമ്മേളനം തീരുമാനിച്ചത്. ഈ വാർത്താ സമ്മേളനത്തിന് വിവരമറിഞ്ഞ് സൌത്ത് ബ്ലോക്കിൽ ദേശീയ മാധ്യമങ്ങളടക്കം ഒട്ടനവധി മാധ്യമങ്ങൾ തടിച്ചുകൂടിയിരുന്നു. അതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. എന്തായാലും പക്ഷേ ഇപ്പോൾ ഔദ്യോഗികമായൊരു അറിയിപ്പ് അത് കൃത്യസമയം പറയുന്നില്ല. ദേശീയ വാർത്താ ഏജൻസി പറയുന്നത് ഒഫീഷ്യൽ മീഡിയ ബ്രീഫിംഗ് ഹാസ് ബീൻ പോസ്റ്റ്പോൺഡ് എന്ന് മാത്രമാണ് പറയുന്നത്. അതിലൊരു കൃത്യസമയം വ്യക്തമാക്കുന്നില്ല. കഴിഞ്ഞ 2 ദിവസവും വൈകിട്ടായിരുന്നു നമ്മൾ വാർത്താ സമ്മേളനം കണ്ടിരുന്നത്. വിദേശകാര്യ സെക്രട്ടറിയും സൈനിക ഉദ്യോഗസ്ഥരും 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥരുമായിരുന്നു ആ വാർത്താ സമ്മേളനം നടത്തിയിരുന്നത്. ഇന്ത്യ സ്വീകരിച്ച നടപടിയും അത് തെളിവുകൾ സഹിതമായിരുന്നു കഴിഞ്ഞ 2 വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിരുന്നത്. എന്തൊക്കെ സൈനിക നടപടികളാണ് സ്വീകരിച്ചത്? മറ്റൊരു കാര്യം, ഈ 22-ന് നടന്ന പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ആദ്യം പറഞ്ഞിരുന്നത് ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, ആദ്യം തെളിവ് തരുമെന്ന് ചോദിക്കുന്നു. ഇപ്പോൾ ഈ നിരവധി വ്യാജ വാർത്തകൾ പ്രചരിക്കുമ്പോൾ പോലും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോയി നോക്കൂ എന്ന് പറയുന്നത് പോലെയുള്ള വിവരം കെട്ട കമന്റുകളൊക്കെ പറയുന്നു. അപ്പോൾ എപ്പോഴും, അതായത് നമ്മൾ ഈ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ ഒരു ഇരവാദം ഉയർത്തുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുവെന്ന കാര്യം ഉറപ്പിച്ചു പറയാൻ അവർ ശ്രമിച്ചില്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ 3 എയർബേസ്, ഇപ്പോൾ നൂർഖാൻ എയർബേസ് ആണെങ്കിലും മുരീദി എയർബേസ് ആണെങ്കിലും ഒക്കെ ഇവിടെ ആക്രമണങ്ങൾ ഉണ്ടായി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് എന്ന പാകിസ്ഥാൻ സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു നിലയിലേക്ക് വരുമ്പോൾ ഇത് ഇന്ത്യ അങ്ങോട്ട് കയറി ആക്രമണം നടത്തുന്നു എന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്ന് ബോധിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ ആ ഇരവാദത്തിന്റെ ഒരു തുടർച്ചയെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം എല്ലാ തവണയും ഇന്ത്യയിൽ ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ പറയുന്നത് തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന പിഴവല്ല, അല്ലെങ്കിൽ തങ്ങൾക്കതിൽ പങ്കില്ല എന്ന് തന്നെയാണ് എല്ലാ
ഭീകരാക്രമണങ്ങൾക്കും ശേഷവും പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പെഹൽഗാം ഭീകരാക്രമണം മാത്രമല്ല, അതിനു മുമ്പ് പത്താൻകോട്ടിലും ഉറിയിലും അടക്കമുണ്ടായിരുന്ന സൈനിക കേന്ദ്രങ്ങളിലും സൈനികർക്ക് വീരമൃത്യു വരിച്ച സംഭവങ്ങളടക്കം പറഞ്ഞുകൊണ്ടേയിരുന്നത് പാകിസ്ഥാൻ ഇതിൽ പങ്കില്ലായിരുന്നു. പക്ഷേ ഇന്ത്യ തെളിവ് സഹിതം ഇത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചതാണ്. കാരണം ഇത് പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിൽ വളർന്നു വരുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷൻ നടത്തുന്ന ആക്രമണങ്ങളാണ് ഇതെല്ലാം എന്ന് ഇന്ത്യ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഈ ഐക്യരാഷ്ട്രസഭയിലെ സമ്മേളനങ്ങളിലടക്കം ഇന്ത്യ ഇത് ആവർത്തിച്ച് തെളിവുകൾ സഹിതം നിരത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സംഭവമാണ്. സ്വാഭാവികമായിട്ടും ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെയും പാകിസ്ഥാൻ ഇത് തന്നെ ആവർത്തിച്ചു. പക്ഷേ അതിൽ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ ചില അന്തർദേശീയ മാധ്യമങ്ങൾ പാകിസ്ഥാന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയൊക്കെ അഭിമുഖം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഈ ഇന്ത്യയുടെ 5 പോർ വിമാനങ്ങൾ വെടിവെച്ചിട്ടല്ലോ എന്ന് പാകിസ്ഥാന്റെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശവാദം പാകിസ്ഥാൻ ഉന്നയിച്ചു എന്ന് അവിടുത്തെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് സോഷ്യൽ മീഡിയയിൽ അതിന്റെ തെളിവുണ്ടല്ലോ, അതിന്റെ തെളിവ് ഔദ്യോഗികമായി ഒരു പ്രതിരോധ മന്ത്രിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഇങ്ങനെയാണ്. ഇത്തരത്തിലാണ് പാകിസ്ഥാന്റെ പല ആരോപണങ്ങളും നടക്കുന്നത്. കാരണം അവരുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ പോലും ആധികാരികമായി എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനെതിരെ ശക്തമായ തെളിവുകൾ നിരത്തിയപ്പോൾ പോലും പാകിസ്ഥാൻ അതിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. അല്ലെങ്കിൽ പാകിസ്ഥാൻ അത് തങ്ങളുടെ കുറ്റമല്ല, അല്ലെങ്കിൽ തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ വളർന്ന ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ അറ്റാക്ക് ആണെന്ന് അവർ സമ്മതിച്ചിട്ടില്ല. എന്തായാലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടി ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ആണ് പാകിസ്ഥാൻ എന്തായാലും കൂടുതൽ അതിർത്തി കടന്ന് ആക്രമിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും നമ്മൾ കാണുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഇന്ത്യയുടെ അതിർത്തി കടന്ന് വരികയാണ്. ആദ്യം സൈനിക കേന്ദ്രങ്ങളായിരുന്നു ഇവർ ലക്ഷ്യമിട്ടിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞത് പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിരുന്നു. ശ്രീനഗർ, ജമ്മു വിമാനത്താവളങ്ങൾ പോലും ലക്ഷ്യം വെച്ചിരുന്നു. അത് പക്ഷേ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അവയെല്ലാം തടുക്കാനായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്നലെ രാത്രി മുതൽ പാകിസ്ഥാന്റെ ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡ്രോൺ ആക്രമണം മാത്രമല്ല, മിസൈൽ ആക്രമണവും ഒപ്പം തന്നെ അവരുടെ പോർ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള പ്രകോപനം വരെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊരു യുദ്ധം എന്നുള്ള രീതിയിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും, അങ്ങനെ ഒരു വാക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ആ ഒരു പ്രതീതിയാണ് നിലവിൽ ഉണ്ടാകുന്നത്. കാരണം പോർ വിമാനങ്ങളും ഒപ്പം തന്നെ ഒരു ഭാഗത്ത് കരസേന വഴിയുള്ള ആക്രമണങ്ങളും പാകിസ്ഥാൻ തുടരുന്നു. തിരികെ എത്താം. കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കുക. അപ്പോഴേക്കും